സഭയിൽ ദൈവവചനം ശുശ്രൂഷിക്കുവാനായിട്ട് എനിക്കൊരവസരം ലഭിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു പുതിയ വിഷയമല്ല ഇത് എന്നെനിക്കറിയാം. എങ്കിലും ഇങ്ങനൊരു വിഷയം ഞാൻ പ്രിയ അങ്കിളുമായിട്ട് സംസാരിച്ചപ്പോൾ അങ്കിൾ പറഞ്ഞു ഇഷ്ടമുള്ള ഒരു വിഷയം എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഞാനും ഈ ദിവസങ്ങളിൽ പഠിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വിഷയത്തിലേക്കാണ് എൻ്റെ ശ്രദ്ധ കർത്താവ് കൊണ്ടുവന്നത്. അതുകൊണ്ട് ആ ഭാഗത്ത് നിന്നുകൊണ്ട് ചില അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം എന്ന വിഷയമാണ് ഈ ദിവസങ്ങളിൽ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കർത്താവായ യേശുക്രിസ്തു കർത്താവാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. യേശുക്രിസ്തു കർത്താവ്, അത് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ അടിസ്ഥാനപരമായ കാതലായിട്ട് പറയുന്ന ഒരു വാക്കാണ് കർത്താവായ യേശുക്രിസ്തു. അപ്പോൾ അത് വളരെ വളരെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു വാക്കാണ് കർത്താവായ യേശുക്രിസ്തു. എന്നാൽ ഞാൻ ആ വിഷയമല്ല ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം എന്ന വിഷയമാണ്. കർത്തൃത്വം, ആ വിഷയത്തെ അധികരിച്ച് നമുക്കെല്ലാവർക്കും ചേർന്ന് ചില വാക്കുകളിലൂടെ കടന്നുപോയി ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനാധാരമായിട്ട് പ്രാരംഭമായി വായിക്കാൻ ആഗ്രഹിക്കുന്ന വാക്യം മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൽ വളരെ പ്രചാരമാർന്ന ഒരു വാക്യമാണത്. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ വാക്യം. അത് കർത്താവ് പറയുന്ന ആ വാക്കുകൾ, അതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കടന്നുപോയി മുന്നോട്ട് പോകാനല്ല, ഞാൻ ആ വാക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിനെന്ന് തീർത്ത് പറയും. ഇവിടെ ഈ വാക്കിൻ്റെ അടിസ്ഥാനവും അതിൻ്റെ പശ്ചാത്തലവും വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ദേവദാസിമാരാണ് അവിടെ ഉള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവ് സ്വർഗത്തെക്കുറിച്ചും സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളുടെ സ്ഥിതി, ആ വഴിയെക്കുറിച്ച്, ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. പിന്നീട് കള്ളപ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞു വരുന്നു. പിന്നെ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, ആഗമയോ അവർ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾ അവരെ തിരിച്ചറിയും, വൃക്ഷത്തെയും ഫലത്തെയും തമ്മിൽ തിരിച്ചറിയാം എന്നൊക്കെ കർത്താവ് പറഞ്ഞ് വളരെ വളരെ ക്രൂഷ്യലായിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് അനുവാചകരുടെ, നമ്മളുടെ എല്ലാവരുടെയും ശ്രദ്ധയെ കൊണ്ടുചെല്ലുകയാണ്. അപ്പോൾ കർത്താവ് പറയുന്ന കാര്യം, നിങ്ങൾ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും എന്ന് പറയുകയാണ്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല. അപ്പോൾ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം എന്ന് പറയുന്നതും യേശുക്രിസ്തുവിനെ കർത്താവേ എന്ന് വിളിക്കുന്നതും തമ്മിൽ സാരമായ വ്യത്യാസമുണ്ട്. ഒന്ന്, ഈ കർത്തൃത്വം എന്നുള്ള വാക്ക് എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്ന് നമുക്ക് കർത്താവിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ ഒന്ന് പഠിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 42-ാമത്തെ വാക്യത്തിൽ, മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 42-ാമത്തെ വാക്യത്തിൽ, അവിടെ യാക്കോബും യോഹന്നാനും കർത്താവിൻ്റെ അടുക്കൽ ചെന്നിട്ട് അവരുടെ ഒരു ആഗ്രഹം കർത്താവിനോട് പറഞ്ഞു. കർത്താവിനോടല്ലാതെ വേറെ ആരോടാ നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ പറയാൻ നമുക്കുള്ളത്? കർത്താവിനോട് അത്ര സ്വാതന്ത്ര്യം അവർക്കുണ്ട്. കർത്താവിൻ്റെ സ്ലീഹന്മാരാണ്. കർത്താവിനോട് ചേർന്ന് നിന്ന് വളരെ രഹസ്യമായിട്ട് കർത്താവിനെ മാറ്റി ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുക. പറഞ്ഞത് ഇതാണ്, അവർ കർത്താവിനോട് ആവശ്യപ്പെട്ടത് 42-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അതിന് തൊട്ട് മുൻപ് ആ സംഭവം ഇതാണ്. കർത്താവിൻ്റെ അടുക്കൽ ചെന്നിട്ട്, നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ വരം നൽകണമെന്ന് അവർ പറഞ്ഞു. സെബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും
കർത്താവിൻ്റെ അടുക്കൽ ചെന്നിട്ട് ആവശ്യപ്പെട്ട കാര്യമാണ്, കർത്താവെ, മഹത്വത്തിൽ എനിക്ക് വലത്തും ഇരിക്കണം, ഒരുത്തനെ ഇടത്തും ഒന്നിരുത്തണം. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ യാചിക്കുന്ന എന്തെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയും എന്നവർ പറഞ്ഞു. യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും നിശ്ചയം. എന്നാൽ എൻ്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നതോ എൻ്റേതല്ല, ആർക്കൊരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. അതിനുശേഷം 10 പേരും കേട്ടിട്ട് യാക്കോബിനോട് യോഹന്നാനോട് നീരസപ്പെട്ടു തുടങ്ങി. ആ നീരസപ്പെട്ട ആ സമയത്ത് യേശു അവരെ അടുക്കൽ വിളിച്ചു. അവരോട് പറഞ്ഞത്, ജാതികളിൽ അധിപതികളായവർ അവരിൽ കർത്തൃത്വം നടത്തുന്നു. അവിടെ ആ വാക്ക് കർത്താവ് കൃത്യമായിട്ട് ഉപയോഗിച്ചിരിക്കുക. ജാതികളിൽ അധിപതിയായവർ അവരിൽ കർത്തൃത്വം നടത്തുന്നു. അതിൻ്റെ കുറച്ചുകൂടെ വിശദീകരണം അടുത്ത വാക്കിൽ കർത്താവ് പറയുകയാണ്, അവരിൽ മഹത്തുക്കളായവർ അവരുടെ മേൽ അധികാരം നടത്തുന്നു. അപ്പോൾ അവിടെ 2 വാക്കുകൾ കർത്താവ് ഉപയോഗിച്ചു. ഒന്ന് കർത്തൃത്വം നടത്തുന്നു എന്നുള്ള വാക്കും, പിന്നെ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്നുള്ള വാക്കും. ഇത് തന്നെ മത്തായിയുടെ സുവിശേഷം ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 25-ാം വാക്യത്തിലും ഇതേ കാര്യം തന്നെ കർത്താവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസ് 22:25 ലൂക്കോസ് ആ കാര്യം എടുത്തു പറയുന്നുണ്ട്. അവിടെയും ഇതേ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജാതികളുടെ അധിപതികൾ അവനിൽ കർത്തൃത്വം നടത്തുന്നു, അവരിൽ അധികാരം നടത്തുന്നു. അപ്പോൾ നമുക്ക് ഈ കർത്തൃത്വം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അധികാരം നടത്തുക അല്ലെങ്കിൽ അവരുടെ മേൽ ആധിപത്യം ഉറപ്പിക്കുക, ആ അധികാരത്തിൻ്റെയും ആധിപത്യത്തിൻ്റെയും ആ കൃത്യമായ അനുപാതികമായ അവരുടെ ശക്തി പ്രയോഗിച്ച് അവരുടെ ഇഷ്ടപ്രകാരം ഒരാളെ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനാണ് കർത്തൃത്വം എന്നുള്ള വാക്ക് ശരിക്കും വേദോസ്തവത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് ആ കർത്തൃത്വം എന്നുള്ള വാക്കിന് നമുക്ക് ഇവിടെ തന്നെ അറിയാം, നമ്മൾ കർത്താക്കന്മാരെന്നും കർത്തൃത്വം എന്നൊക്കെയുള്ള വാക്കുകൾ വളരെ സർവ്വസാധാരണമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഉപയോഗിക്കപ്പെടുന്നതാണ്. അതിന് മൂലഭാഷയിൽ അഥവാ ഗ്രീക്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിന് കൺട്രോൾ അല്ലെങ്കിൽ ഓവർ പവർ അല്ലെങ്കിൽ ടു ഹാവ് പവർ ഓൺ അല്ലെങ്കിൽ ഒരാളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുക അല്ലെങ്കിൽ സർവാധിപത്യം ഉണ്ടാവുക അല്ലെങ്കിൽ പ്രഭുത്വം, നായകത്വം എന്നൊക്കെയുള്ള വാക്കുകളാണ് ലോർഡ്ഷിപ്പ് എന്നുള്ള ആ വാക്ക് കൃത്യമായി മലയാളത്തിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, മറിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം അല്ലെങ്കിൽ സർവ ആധിപത്യം ജീവിതത്തിൽ അംഗീകരിക്കുന്ന ആ സ്ഥിതിയിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഈ ലോർഡ്ഷിപ്പ് എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ആ പഠനം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ലോർഡ്ഷിപ്പ് അല്ലെങ്കിൽ കർത്താവ് എന്നുള്ള പദം നമുക്കൊന്നെടുത്ത് പരിശോധിക്കാം. പഴയ നിയമത്തിൽ യഹോവ എന്നുള്ളതും അല്ലെങ്കിൽ അഡോണായി, ആ 2 വാക്കുകളും കർത്താവ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം കർത്താവ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തത് കൂറിയോസ് എന്നുള്ള വാക്കിൽ നിന്നാണ്. അപ്പോൾ കർത്താവ് അല്ലെങ്കിൽ യഹോവ അല്ലെങ്കിൽ അഡോണായി അല്ലെങ്കിൽ കൂറിയോസ്, ഈ വാക്കുകളെല്ലാം തത്തുല്യ പ്രാധാന്യം അർഹിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ ഇവിടെ ഞാൻ വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, നമ്മുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ കാതലായിട്ട് പറയാൻ കഴിയുന്ന അനുഗ്രഹീതമായൊരു വാക്ക് അതാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ ആ കർത്താവായ യേശുക്രിസ്തു എന്ന് ഞാൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ അല്ലെങ്കിൽ ആ ആധിപത്യത്തിൻ്റെ അടിമയാണ് ഞാൻ എന്നുള്ള ആ ബോധ്യത്തോടു കൂടെ മാത്രമേ യേശുക്രിസ്തുവിനെ കർത്താവെന്ന് എനിക്കും നമുക്ക് ഓരോരുത്തർക്കും വിളിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിലല്ലാതെ ഒരാൾക്ക് യേശുവിനെ കർത്താവെന്ന് പറയുവാൻ കഴിയുകയില്ല. നമ്മൾ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിനെ കർത്താവെന്ന് പറയുമ്പോൾ, യേശുക്രിസ്തുവിനെ കർത്താവെ എന്ന് വിളിക്കുമ്പോൾ അത് അതീവ ഗൗരവതരമായ ഒരു വിളിയാണ്. അതീവ ഗൗരവതരമായ ഒരു വാക്കാണ് നാം അവിടെ ഉപയോഗിക്കുന്നത്. അതിമഹത്തരമായ ഒരു ഭയങ്കരമായ സാന്നിധ്യബോധത്തോടുകൂടെ വേണം നമ്മളത് ഉപയോഗിക്കാനായിട്ട്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ അബ്രഹാം യഹോവയായ ദൈവത്തെ വിളിക്കുന്ന 2 പ്രത്യേക വാക്കുകൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 2-ാം വാക്യവും 15-ാം അധ്യായം 8-ാമത്തെ വാക്യവും. അവിടെ അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ, അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം
നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അതിന് അബ്രാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്തു തരും? എത്ര മനോഹരമായിട്ടുള്ള ഒരു സംബോധനയാണ്, കർത്താവായ യഹോവേ. അവിടെ ഈ അബ്രഹാമിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് സ്വർഗത്തിലെ ദൈവത്തോട് ഏറ്റവും മനോഹരമായ നിലയിലുള്ള ഹൃദ്യമായ ഒരു ബന്ധത്തിൻ്റെ ആ വാക്കുകൾ അത് ഉരുത്തിരിഞ്ഞു വരികയാണ്, കർത്താവായ യഹോവേ. 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും 7-ാം വാക്യത്തിൽ, ഈ ദേശത്ത് നിനക്ക് അവകാശമായി തരുവാൻ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാനാകുന്നു എന്നരുളി ചെയ്തപ്പോൾ 8-ാം വാക്യം, കർത്താവായ യഹോവേ, ഞാൻ അതിനെ അവകാശമാക്കുമെന്നുള്ളത് എനിക്ക് എന്തൊന്നിനാൽ അറിയാം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആ പശ്ചാത്തലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല, അബ്രഹാം കർത്താവായ യഹോവേ എന്ന് വിളിച്ച് വിശ്വാസികളുടെ പിതാവ് നമുക്ക് പരിചയപ്പെടുത്തിയ യഹോവയായ ദൈവം, കർത്താവായ ദൈവം അതാരാണ് എന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് ചെല്ലുമ്പോൾ 15-ാം അധ്യായത്തിൽ അതിൻ്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം 15-ാമത്തെ വാക്യം, 16-ാം അധ്യായം 31-ാമത്തെ വാക്യം, 4-ാം അധ്യായം 33-ാമത്തെ വാക്യം. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ, ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം ശിഷ്യന്മാരുടെ കഴുത്തിൽ വെൽപ്പാൻ നിങ്ങൾ എപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്ത്? 11-ാം വാക്യം, കർത്താവായ യേശുവിൻ്റെ കൃപയാൽ രക്ഷ പ്രാപിക്കും എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അവരും വിശ്വസിക്കുന്നു. അവിടെ നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ, കർത്താവായ യേശുവിൻ്റെ കൃപയാൽ രക്ഷ പ്രാപിക്കും എന്നും നാം വിശ്വസിക്കുന്ന പോലെ അവർ വിശ്വസിക്കുന്നു. ഇവിടുത്തെ ഇതെല്ലാം നിങ്ങൾക്കറിയാം. ജാതികൾ സുവിശേഷം കേട്ട് കർത്താവിലേക്ക് വരുന്നതിനോടുള്ള ബന്ധത്തിലാണ് അവിടെ ഈ ഭാഗം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അബ്രഹാം പിതാവ് കർത്താവായ യഹോവേ എന്ന് വിളിച്ച അതേ കാര്യം ഇവിടെ കർത്താവായ യേശു എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ ദൈവമായ കർത്താവ്, യഹോവയായ കർത്താവിനെ എങ്ങനെ വിളിച്ചോ അതുപോലെ തന്നെ കർത്താവായ യേശു എന്ന് പറഞ്ഞിരിക്കുക. 16:31 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്കാണ്. അവിടെ യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ ഇത് ചെയ്യണം. കരഗ്രഹ പ്രമാണി ആ കരഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങിയ ആ രാത്രിയിൽ പൗലോസിന്റെ അടുക്കിലേക്ക് കരഗ്രഹ പ്രമാണി ചെന്നിട്ട് ചോദിക്കുക, യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? ഉത്തരം എന്താ? ഉത്തരം ഇതാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ പഴയ നിയമത്തിൽ കർത്താവായ യഹോവ എന്ന് പറഞ്ഞ ആ വ്യക്തിത്വത്തെ പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവന്ന് കർത്താവായ യേശു എന്ന് കൃത്യമായി സ്ഥാപിച്ച് യേശുക്രിസ്തുവിൻ്റെ മനോഹരത്വം, ആ ദൈവത്വത്തിൻ്റെ ആ വലിയ ആഴം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 4:33 ചെല്ലുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ, അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വരികയാണ്. അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്, കർത്താവായ യേശു, കർത്താവായ യഹോവ, കർത്താവായ യേശു ക്രിസ്തു. 110-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവ എൻ്റെ കർത്താവിനോട്. ദാവീദ് പറയുന്നത്, ദാവീദിൻ്റെ സങ്കീർത്തനമാണ് 110-ാം സങ്കീർത്തനം, യഹോവ എൻ്റെ കർത്താവിനോട്. അപ്പോൾ യഹോവ എൻ്റെ രണ്ട് വ്യക്തിത്വങ്ങളെയും അവിടെ പരിചയപ്പെടുത്തുകയാണ്. ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമ്മൾ ഈ ദാവീദ് ദൈവത്തെ വിളിക്കുന്നത് കർത്താവായ യഹോവ എന്ന. 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് യഹോവ എൻ്റെ കർത്താവാകുന്നു, അല്ലെങ്കിൽ എൻ്റെ ഇടയനാകുന്നു എന്ന് പറയുക. അപ്പൊ കർത്താവായ യഹോവ, ഈ യേശുക്രിസ്തു നമ്മുടെ കർത്താവാണ്. ആ കർത്താവ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പ്രത്യേക വാക്കുകൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ്? ഈ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവും ആക്കി വെച്ചു. ഈ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവും ആക്കി വെച്ചു. അപ്പോൾ ശരിക്കും ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു കാര്യം, യേശു ക്രിസ്തുവിനെ നമ്മൾ ഈ ലോകത്തിൽ എല്ലാവരും വിളിക്കുന്നത് കർത്താവ് എന്നാണ്, സേവ്യർ, രക്ഷകനെന്നാണ്, കർത്താവ് എന്നാണ്. എന്നാൽ അങ്ങനെ കർത്താവ് എന്ന് വിളിച്ചത് കൊണ്ട് മാത്രം യേശുക്രിസ്തു ജീവിതത്തിൻ്റെ കർത്താവായിട്ട് മാറുമോ? അങ്ങനെ കേവലം പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ കർത്തൃത്വം ഞാൻ എൻ്റെ കർത്താവിന് കൊടുക്കുന്നുണ്ടോ?
ഇവിടെ പ്രായോഗികമായ തലത്തിലേക്ക് ഇറങ്ങി നമുക്ക് പല കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ട് വരും. ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നത് 1 തെസ്സലോനിക്കർ 1 വാക്യത്തിലും 2 തെസ്സലോനിക്കർ 1 വാക്യത്തിലും അവിടെ യേശുക്രിസ്തുവിനെ വളരെ കൃത്യമായിട്ട് പരിചയപ്പെടുത്തുകയാണ്. കർത്താവായ യേശുക്രിസ്തു. പൗലോസ് കർത്താവായ യേശുക്രിസ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസ് കർത്താവിനെ കുറിച്ച് എഴുതുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 2 അധ്യായം 11 വാക്യത്തിൽ കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു എന്നുള്ള പ്രയോഗം പിന്നെയും നമ്മൾ കാണുകയാണ്. ഇനി ഇങ്ങനെ കർത്താവായ യേശു ക്രിസ്തു എന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതിയോ? പ്രസംഗികളുടെ പ്രഭുവായിരുന്ന സ്പർജൻ പറഞ്ഞൊരു കാര്യമുണ്ട്, തലകൊണ്ട് കർത്താവ് എന്ന് എത്ര മനസ്സിലാക്കിയാലും അത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് പ്രായോഗികമായ മണ്ഡലങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നില്ലെങ്കിൽ ആ പ്രയോഗം കൊണ്ട് പ്രത്യേകിച്ച് വില വരുന്നില്ല എന്ന് അദ്ദേഹം പറയാനായിട്ടിടയായി. പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് പത്രോസിന്റെ 1 ലേഖനം 3 അധ്യായം 14 വാക്യത്തിൽ നാം വായിക്കുന്നത്, ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. അപ്പൊ എൻ്റെ ജീവിതത്തിൽ എനിക്ക് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം, ആധിപത്യം, എന്നിൽ ആധിപത്യം നടത്തുന്നതാരാണ്? എന്നെ ഭരിക്കുന്നതാരാണ്? എൻ്റെ മേൽ ശക്തി പ്രയോഗിച്ചിട്ട് എന്നെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതാരാണ്? ഈ ലോകത്തിൻ്റെ അധിപതികളോ ഈ ലോകത്തിൻ്റെ ആളുകളോ ആണ്? ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന ശക്തികളാണ്? ഈ ലോകത്തിൻ്റെ ദൈവമായ പിശാചാണ്? അങ്ങനെയുള്ള സ്വാധീനങ്ങളിലേക്കാണ് ഞാൻ പോകുന്നതെങ്കിൽ എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് വിപരീതമായി ഞാൻ മാറുന്നില്ലേ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ഈ കർത്താവായ യേശുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പിൻ എന്ന് പറഞ്ഞാൽ, ഹൃദയം കർത്താവിനായിട്ട് വിശുദ്ധീകരിക്കുക എന്നുള്ള വാക്ക് നിങ്ങൾക്കറിയാം, സെറ്റ് അപ്പാർട്ട്, അല്ലെങ്കിൽ മാറ്റിവെക്കുക. ഹൃദയം കർത്താവിനായിട്ട് മാറ്റിവെക്കുക. എൻ്റെ ഹൃദയം ഞാൻ യേശുക്രിസ്തുവിനായിട്ട് മാറ്റിവെക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം എങ്ങനെയുണ്ട്? നമ്മുടെ ഹൃദയത്തിൽ കർത്താവിൻ്റെ സ്വാധീന ശക്തി എത്രമാത്രമുണ്ട്? പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആ അകത്തെ മനുഷ്യനെ നമ്മളൊന്ന് പരിശോധിച്ചാൽ, നമ്മുടെ പുറമേ ഉള്ള മനുഷ്യരെല്ലാവരും ഒരുപക്ഷെ ഓക്കെയാണ്, പക്ഷെ അകത്തെ മനുഷ്യൻ എത്രമാത്രം ആ കർത്തൃത്വത്തിന് വിധേയപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ ആധിപത്യത്തിൽ, യേശുക്രിസ്തുവിൻ്റെ ഭരണത്തിന് വിധേയപ്പെട്ട് കഴിയുന്നു എന്നുള്ളത് നമ്മൾ വളരെ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എൻ്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം, പുറത്തെ മനുഷ്യൻ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി എന്ത് ചെയ്യണം? അതിനെ ക്രൂശിക്കണം. ബലപ്പെട്ട് അകത്തെ മനുഷ്യൻ ബലപ്പെട്ട് മുന്നോട്ട് വരണം. അതുകൊണ്ട് നമ്മൾ കർത്താവായ ക്രിസ്തു, യേശു ക്രിസ്തു എന്നുള്ള വാക്ക് നമ്മൾ ഉച്ചരിക്കുമ്പോൾ വളരെ വളരെ ഭയത്തോടെ വേണം. എൻ്റെ നാമം വൃഥ എടുക്കരുത്. ദൈവത്തിൻ്റെ തിരുവെഴുത്തിലുണ്ട്, എൻ്റെ നാമം വൃഥ എടുക്കരുത്. എന്തെങ്കിലുമൊക്കെ പറയാനും എൻ്റെ കർത്താവെന്ന് വെറുതെ വിളിക്കാനും കർത്താവെന്ന് പറയാനും ഒന്നും ഉള്ളതല്ല ഈ വാക്കുകൾ. കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവനേവനും അത് വളരെ ഭക്തിയോടെ, വളരെ ഭയത്തോടെ എൻ്റെ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ ആ അധികാരത്തിൻ്റെ പൂർണ്ണ പരിധിക്കകത്ത് നിന്നുകൊണ്ട് വേണം അത് വിളിക്കാനായിട്ട്. ഞാൻ ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ച് ഫിലിപ്പ് ലേഖനം 2 അധ്യായം 4 വാക്യത്തിൽ ധന്യനായിരിക്കുന്ന പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത്, സർവ നാമത്തിലും മേലായ നാമം. ആ ഫിലിപ്പ് ലേഖനം 2 അധ്യായത്തിൻ്റെ ആ കെനോസിസ്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ താഴ്മയുടെ 8 പടികൾ പഠിച്ച് ആ കെനോസിസ് തിയറി, അതാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതങ്ങോട്ട് കഴിയുമ്പോൾ സർവനാമത്തിലും സകല നാമങ്ങളിലും മേലായ നാമം, എല്ലാ മുഴങ്കാലും ആ നാമത്തിന് മുൻപിൽ മടങ്ങി ഏറ്റുപറയും. എന്താണ് ഏറ്റുപറയുന്നത്? യേശു ക്രിസ്തു കർത്താവ്. ആ ഏറ്റുപറച്ചിൽ എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് അങ്ങ് അകത്തെ മനുഷ്യനാണ് ഏറ്റുപറയുന്നത്. അവിടെ പിന്നെ യാതൊരു സാധ്യതയില്ല. നിങ്ങൾ അതിൻ്റെ പശ്ചാത്തലവും കാര്യങ്ങളും നിങ്ങൾക്കറിയാം, നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. മാറാനാഥ എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവ് വരുന്നു. അപ്പോൾ അതിഭയങ്കരമായ ഒരു ശക്തമായ ഒരു സാന്നിധ്യം, ദൈവ സാന്നിധ്യമാണ് അവിടെയെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇനി
ഞാൻ ഈ ദിവസങ്ങളിൽ 5 ദിവസങ്ങളാണ് എനിക്ക് ദൈവസഭ അനുവദിച്ചിട്ടുള്ളത്. അതിൽ ഇന്ന് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം ഒരു വിഹക വീക്ഷണം, അതാണ് ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ്. അടുത്ത ആഴ്ച യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം വ്യക്തി ജീവിതത്തിൽ എന്നുള്ളതാണ് രണ്ടാമത്തെ ആഴ്ചയിൽ. മൂന്നാമത്തെ ആഴ്ചയിൽ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം എൻ്റെ കുടുംബ ജീവിതത്തിൽ, യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം എൻ്റെ കുടുംബ ജീവിതത്തിൽ. നാലാമത്തെ ആഴ്ചയിൽ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം എൻ്റെ സഭാജീവിതത്തിൽ, എൻ്റെ ആത്മീക ജീവിതത്തിൽ, സഭാജീവിതത്തിൽ. ഇനി ഒരാഴ്ച കൂടെ ഉണ്ട്, അതും ഉണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം എൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ. അങ്ങനെ 5 ഘട്ടങ്ങളായിട്ടാണ് ഈ കാര്യം ചിന്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം എന്ന വിഷയത്തിലേക്ക് അങ്ങ് വരുമ്പോൾ, അവിടെ അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നിടത്ത്, ഇപ്പോൾ ഇന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പോഴും നമ്മൾ അപ്പോസ്തോലിക് ബെനഡിക്ഷൻ അല്ലെങ്കിൽ ആശീർവാദം, അവിടെ നമ്മൾ പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ. വെളിപ്പാട് ദിവസം 19-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ രാജാധിരാജാവും കർത്താധികർത്താവും. ഇനിയാണ് നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിനെ കുറിച്ച് നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒത്തിരി കാര്യങ്ങളുണ്ട്, അതിലേക്ക് കടന്നു പോകാനായിട്ട് നിർവാഹമില്ല. ഇത്രയും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഈ കർത്താവിന് എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊടുത്തിരിക്കുന്ന സ്ഥാനം എന്താണ്? ഈ കർത്താവിനെ നമ്മൾ എൻ്റെ ഒരു സ്നേഹിതനായിട്ടും, എൻ്റെ വീണ്ടെടുപ്പുകാരനായിട്ടും, എൻ്റെ രക്ഷിതാവായിട്ടും, എൻ്റെ എന്തു നല്ലോർ സഖി യേശു, എൻ്റെ നല്ല സഖിയായിട്ടും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കർത്താവ് എന്നുള്ള ആ ഒഫീഷ്യലായിട്ടുള്ള അധികാര സ്ഥാനത്തിലുള്ള കർത്താവിൻ്റെ വ്യക്തിത്വത്തെ ഞാൻ എത്രമാത്രം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 28-ാമത്തെ വാക്യം, കർത്താവായ യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്ത് സ്ലീഹന്മാരുടെ അടുക്കൽ പ്രത്യക്ഷപ്പെടുമ്പോൾ തോമസ് അവിടെ ഇല്ലായിരുന്നു. തോമസ് അവിടെ ഇല്ലായിരുന്നത് കൊണ്ട് പിന്നീട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസിനോട് കർത്താവ് പറഞ്ഞു, തോമസേ, ആ വിരൽ നീട്ടി എൻ്റെ വിലാപ്പുറത്തൊന്ന് തൊടുക. അവിടെ തോമസ് തകർന്നു വീഴുക. ഒരു പച്ച യഹൂദൻ, ഒരു ശരിക്കും യഹൂദൻ്റെ ക്ഷേമ പാസേജ് അല്ലെങ്കിൽ യഹൂദൻ്റെ ന്യായപ്രമാണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കർത്താവ് ഏക കർത്താവാകുന്നു. അപ്പോൾ ഏക കർത്താവ് എന്ന് പറഞ്ഞ് യഹൂദൻ്റെ ന്യായപ്രമാണത്തെ അങ്ങനെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള തോമസ് അവിടെ വെച്ച് തൻ്റെ വിശ്വാസ പ്രമാണത്തിന് തന്നെ വ്യത്യാസം വരുത്തി. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യമാണ് യഹൂദൻ്റെ ക്ഷേമ പാസേജ്. ആ ആവർത്തനം 6-ന്റെ 4 അങ്ങനെ തന്നെ കാണാതറിയാവുന്ന തോമസ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. അവിടെ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം അല്ലെങ്കിൽ സർവാധിപത്യം അല്ലെങ്കിൽ തൻ്റെ എല്ലാ അധികാരവും അങ്ങനെ തന്നെ സമ്മതിച്ച് കർത്താവിനെ ഏറ്റെടുക്കുകയാണ്. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. നമ്മൾ അവിടെ ഒറ്റ വാക്ക്, ഒറ്റ ശ്വാസമാണ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. പ്രിയപ്പെട്ടവരെ, തോമസിനെ പോലെ എൻ്റെ ജീവിതത്തിൽ ഈ കർത്താവിൻ്റെ ദൈവത്വം മാത്രമല്ല, ആ കർത്തൃത്വം കൂടെ, യേശുക്രിസ്തു ദൈവമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. വെരി ഗുഡ്. പിശാചുക്കൾ അങ്ങനെ വിശ്വസിക്കുകയും, നമുക്കെല്ലാവർക്കും അറിയാം, പിശാചുക്കൾ അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുക കൂടി ചെയ്യുന്നു. അപ്പൊ ആരാ മെച്ചം? നമ്മൾ യേശുക്രിസ്തു ദൈവമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, നല്ലത്. പക്ഷെ പിശാചുക്കൾ അങ്ങനെ വിശ്വസിക്കുന്നു, കൂടാതെ അവർ വിറയ്ക്കുക കൂടി ചെയ്യുന്നു. അവൻ്റെ നാമത്തിങ്കൽ വിറയ്ക്കുന്ന പൈശാചിക വൃന്ദങ്ങൾ. അത് ഒരിക്കലും നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ ചെന്നിട്ട് ആ ഭൂതങ്ങൾ വിളിച്ചു പറഞ്ഞത്, അയ്യോ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, സമയത്തിന് മുൻപേ ഞങ്ങളെ വിധിക്കേണ്ടതിന് നീ ഞങ്ങളെ ദണ്ഡിപ്പിക്കരുതേ. കർത്താവിൻ്റെ അടുക്കൽ പിശാചുക്കളുടെ ആ സ്നേഹവും ആ പിശാചുക്കളുടെ ഒരു ഭയവും വിറയിലും നമ്മളൊന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ ആരെയും കുറ്റം പറയേണ്ട. ഞാൻ എന്നെ തന്നെ ഒന്ന് പരിശോധിച്ചേ. ഞാൻ ആരാധന യോഗത്തിന് ഇരിക്കുമ്പോൾ, ഞാൻ ബൈബിൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ, ഞാൻ ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ, ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, കേവലം വാക്കുകളുടെ അല്ലെങ്കിൽ കേവലം ആ വാക്കുകളുടെ പ്രഹസനങ്ങളാണോ എന്നിൽ നിന്നുണ്ടാകുന്നത്? അതെയോ മറിച്ച് ഞാൻ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ചിട്ട് എൻ്റെ കർത്താവും
എൻ്റെ ദൈവവുമേ എന്ന് പറയുവാനുള്ള ആ ഭയങ്കരമായ ചേതോവികാരം എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വരുന്നുണ്ടോ എന്ന് ഞാൻ എന്നെ തന്നെ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ അന്ന് വരെ തോമസ് പറഞ്ഞത് ഞാൻ അങ്ങനൊന്നും വിശ്വസിക്കത്തില്ല, നിങ്ങളെല്ലാവരും അങ്ങനെയൊക്കെ വിശ്വസിച്ചു, പക്ഷെ ഞാൻ അങ്ങനൊന്നും വിശ്വസിക്കുന്ന ആളല്ല കേട്ടോ എന്ന് പറഞ്ഞ തോമസ് അവര് പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടെ മെച്ചമായിട്ട് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് പറയുവാനായിട്ടിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഇനി ഈ ലോഡ്ഷിപ്പ് അല്ലെങ്കിൽ കർത്തൃത്വം എന്ന് പറയുന്നത് റോമൻ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കിയാൽ അവിടെ മിക്കവാറും അവരുടെ രാജാക്കന്മാരെ ലോഡ് എന്നാണ് സംബോധന ചെയ്യുക. അപ്പോൾ റോമൻ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് റോമൻ ചക്രവർത്തിമാരെ അല്ലാതെ ആരെങ്കിലും കർത്താവെന്ന് വിളിക്കപ്പെട്ടാൽ അത് റോമൻ ഭരണത്തോടും റോമരാജ്യത്തോടുമുള്ള ഒരു രാജ്യദ്രോഹ കുറ്റമായിട്ട് മാറും. ആ രാജ്യദ്രോഹ കുറ്റത്തിനുള്ള അതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് മരണമാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ കർത്താവെന്ന് ശ്ലീഹന്മാരും അതുപോലെ ലേഖനങ്ങളിലുമൊക്കെ ആവർത്തിച്ചെഴുതി അത് അന്നത്തെ ആദിമ ക്രൈസ്തവ സമൂഹം ഇരുകൈയും നീട്ടി യേശുക്രിസ്തു കർത്താവെന്ന് ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ അവിടെ ഒരു വലിയ ഉത്തരമുണ്ട്. അവർ മരണത്തെക്കാൾ അപ്പുറം യേശുക്രിസ്തുവിനെ സ്നേഹിച്ചിരുന്നു. യേശുക്രിസ്തുവിനെ കർത്താവെന്ന് പറഞ്ഞാൽ മരിക്കുമെന്നറിയാം, മരണം എപ്പോൾ വേണമെങ്കിലും വരുമെന്നറിയാം. രാജ്യദ്രോഹ കുറ്റത്തിന് എന്ത് ശിക്ഷയും വരാൻ സാധ്യതയുണ്ട്. കാരണം റോമൻ സൈന്യം എന്ന് പറയുന്നത് ഇത്രയും പൈശാചികമായ നരഹത്യ നടത്തിയിട്ടുള്ള സൈനിക ശക്തികൾ വളരെ കുറവാണ്. അവരുടെ മുൻപിൽ യേശുക്രിസ്തു കർത്താവ് എന്ന് പറയുവാൻ ധൈര്യമുണ്ടായി. അപ്പോൾ ആ വാക്കിന് മറ്റൊരു അർത്ഥമുള്ളത്, ഈ കർത്താവ് എന്നുള്ള വാക്കിന് മറ്റൊരു അർത്ഥമുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നമുക്ക് എല്ലാവർക്കും സാധാരണ അറിയാവുന്ന ഒരു വാക്യമാണ്. കർത്താവ് പറഞ്ഞു, തൻ്റെ അന്ത്യനിയോഗത്തിന് തൊട്ട് മുൻപ് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു കർത്താവാണ് എന്ന് പറയുന്നത് കേവലം നമ്മൾ കർത്താവെ എന്ന് വിളിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല. നമ്മൾ കർത്താവെ എന്ന് വിളിക്കുന്നത് എത്രമാത്രം ആഴത്തിൽ നാം ആ വ്യക്തിത്വത്തെ മനസ്സിലാക്കിയിട്ടാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എന്നാൽ ഇവിടെ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ നമ്മെ അംഗീകരിപ്പിക്കുന്ന നിലയിൽ ആ കാര്യം വന്നിരിക്കുക. എന്താണ്? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുക. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അപ്പൊ യേശുക്രിസ്തു സകലത്തിനും ആധാരമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ജീവിക്കുന്ന എനിക്ക് ഇത്ര ഔന്നത്യമുള്ള യേശുക്രിസ്തു എന്ന മഹാദൈവത്തെ എൻ്റെ കർത്താവായിട്ട് ലഭിച്ചു എന്ന് പറഞ്ഞാൽ അത് എത്ര ഭയങ്കരമായൊരു ഭാഗ്യമാണ്. ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവായിരിക്കുന്ന ദൈവത്തെ എനിക്ക് എൻ്റെ കർത്താവായിട്ട് ലഭിച്ചു എന്ന് പറഞ്ഞാൽ അതെത്ര മനോഹരമായിട്ടുള്ള ഒരു ഭാഗ്യമാണ്. അതാണ് നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം. എബ്രായ ലേഖനം 1-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, അവനെ ദൈവം സകലത്തിനും അധികാരിയാക്കി വെച്ചു. അപ്പോൾ യേശുക്രിസ്തുവിനെ ദൈവം സകലത്തിനും അധികാരിയാക്കി വെച്ചു. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ നാം കർത്താവ് എന്ന് പറയുമ്പോൾ, യേശുക്രിസ്തുവിനെ നാം കർത്താവ് എന്ന് മനസ്സിലാക്കുമ്പോൾ, യെശയ്യാപ്രവചനം 9-ാം അധ്യായം 6-ാം വാക്യം മറന്നു പോകാനായിട്ട് പാടില്ല. അവിടെ എഴുതിയിരിക്കുന്നത്, നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. ആഹാ, എൻ്റെ കർത്താവ് അവൻ്റെ ആധിപത്യം എൻ്റെ തോളിലിരിക്കും. ഇപ്പൊ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം എല്ലാ മണ്ഡലങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ, എൻ്റെ കുടുംബ ജീവിതത്തിൽ ഞാൻ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ, എൻ്റെ സഭാ ജീവിതത്തിൽ ഞാൻ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ, എൻ്റെ രഹസ്യവും പരസ്യവുമായ സമൂഹ ജീവിതത്തിൽ ഞാൻ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ഞാൻ എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കർത്തൃത്വത്തിൻ്റെ മഹത്വം ബോധ്യപ്പെട്ടാൽ മാത്രമേ യേശുക്രിസ്തു ആരാണ്, ആ മഹത്വത്തിൻ്റെ ആ വ്യക്തിത്വത്തിൻ്റെ മഹത്വം എത്രമാത്രം ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ബോധ്യം വരുമ്പോഴാണ് ഈ
കർത്തൃത്വം എന്നുള്ള വാക്കിൻ്റെ അതിഭയങ്കരമായ ആധികാരികത നമുക്ക് ബോധ്യപ്പെടുന്നത്. വളരെ വേഗത്തിലേക്ക് വരാം. ഞാൻ ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം ഒരു വിഹക വീക്ഷണം എന്ന നിലയിൽ പറയുമ്പോൾ 4-5 കാര്യങ്ങൾ വളരെ വേഗത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഒന്നുകൂടെ. ഒന്ന്, സ്വർഗീയമായ സകലത്തിന്മേലും യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം സ്വർഗീയമായ സകലത്തിന്മേലും യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം. 1-2 വാക്യങ്ങൾ അതോട് ചേർന്ന് വായിച്ച് വിശദീകരിച്ച് പോകാം. സങ്കീർത്തനം 68:33 നമ്മൾ വായിച്ചാൽ, സങ്കീർത്തനം 68:33 അവിടെ നമ്മൾ വായിക്കുന്ന അവിടെ കർത്താവിൻ്റെ ആ സ്വർഗീയമായ കർത്താവിൻ്റെ അധികാരം, സ്വർഗത്തിന്മേലുള്ള കർത്താവിൻ്റെ കർത്തൃത്വം. അവിടെ 68:33 ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. 68:33 പുരാതന സ്വർഗാദി സ്വർഗങ്ങളിൽ വാഹനമേറുന്നവന് പാടുവിൻ. നമ്മുടെ കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മളിവിടെ വായിക്കുക. പുരാതന സ്വർഗാദി സ്വർഗങ്ങളിൽ വാഹനമേറുന്നവന് പാടുവിൻ. ഇതാവൻ തൻ്റെ ശബ്ദത്തെ, ബലമേറിയൊരു ശബ്ദത്തെ കേൾപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി കൊടുപ്പിൻ. അവൻ്റെ മഹിമ ഇസ്രായേലിന്മേലും അവൻ്റെ ബലം മേഘങ്ങളിലും വിളങ്ങുന്നു. ദൈവമേ, നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നീ ഭയങ്കരനായി വിളങ്ങുന്നു. അപ്പൊ ദൈവത്തിൻ്റെ ഭയങ്കരത്വം, ദൈവത്തിൻ്റെ ആ വല്ലഭത്വം നമുക്ക് വളരെ ഗൗരവതരമായിട്ട് സാധിക്കും. സ്വർഗാദി സ്വർഗത്തിൽ സ്വർഗങ്ങളിന്മേൽ വാഹനമേറി എഴുന്നള്ളുന്ന വലിയവനായിരിക്കും ദൈവം. അപ്പോൾ കർത്താവിന് സ്വർഗത്തിന്മേൽ, പുരാതന സ്വർഗത്തിന്മേൽ അധികാരിയാണ്. എൻ്റെ കർത്താവ് എൻ്റെ ഹൃദയത്തിൻ്റെയും എൻ്റെ ശരീരത്തിൻ്റെയും മാത്രം ഒരു അധികാരിയല്ല, മറിച്ച് മഹാപ്രപഞ്ചത്തിൻ്റെ, അതിനപ്പുറത്തേക്ക് സ്വർഗാദി സ്വർഗത്തിൻ്റെ അധികാരിയാണ്. 2 ദിനവൃത്താന്തം 6-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 2 ദിനവൃത്താന്തം 6-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം, എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ മനുഷ്യരോടുകൂടെ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ. അപ്പോൾ നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അടങ്ങാത്ത വലിയവനായിരിക്കുന്ന കർത്താവ് എന്നോട് പറയാ, ഞാൻ ഇന്ന് നിന്നോടുകൂടെ വാസം ചെയ്യാം. ഞാൻ നിൻ്റെ വീട്ടിൽ, ഞാൻ നിൻ്റെ ഹൃദയത്തിൽ ഞാനുണ്ട്. ഞാൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും, ഈച്ച് ആൻഡ് എവറി ഡേ, എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഞാൻ നിന്നെ അനാഥനായിട്ട് വിടുകയില്ല. സ്വർഗാദി സ്വർഗങ്ങളിൽ അടുങ്ങാത്ത, പുരാതന സ്വർഗങ്ങളിൽ വാഴുന്ന, അതിഭയങ്കരത്വമുള്ള വലിയവനായിരിക്കുന്ന കർത്താവ് എന്നോട് പറയുക, എന്നെ അവൻ കൈവിടുകയില്ല, എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നമ്മൾ ഈ 2 ദിനവൃത്താന്തം 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ ആ ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ച്, ആലയം പണിയുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അവിടെ കർത്താവിൻ്റെ വചനം, എന്നാൽ അവൻ ആലയം പണിയുവാൻ പ്രാപ്തിയുള്ളവനാണ്, സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അവൻ അടങ്ങുകയില്ലല്ലോ. ഇത്ര ഉന്നതനായിരിക്കുന്ന ഒരു കർത്താവാണ് എൻ്റെ ദൈവം. നമ്മുടെ ദൈവം ഇത്ര മനോഹരമായി നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കരുതുന്ന, സ്വർഗത്തിലെ മഹാസൈന്യം നമസ്കരിക്കുന്ന അത്യുന്നതനായ വലിയവനായിരിക്കുന്ന ദൈവമാണ്. ആ ദൈവം സ്വർഗീയമായ അല്ലെങ്കിൽ സ്വർഗീയമായ സകലത്തിന്മേലും ആധിപത്യമുള്ളവനാണ്. അതുകൊണ്ടാണ് അവൻ്റെ ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ്റെ ആധിപത്യത്തിന് അവസാനമില്ല എന്ന് നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ ആധിപത്യം എൻ്റെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ എത്രമാത്രമുണ്ട്, എൻ്റെ ആത്മീയ ജീവിതത്തിൽ അത് എത്രമാത്രം ഞാൻ വില കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതാണ്. 2-ാമത്തെ കാര്യം, കർത്താവിൻ്റെ ആധിപത്യം, 1 സ്വർഗീയമായ സകലത്തിന്മേലും, 2 സകല പ്രപഞ്ചത്തിന്മേലും കർത്താവിൻ്റെ ആധിപത്യമുണ്ട്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിലും നമ്മൾ ഭയപ്പെടുന്നവരാണ്, ഒത്തിരി കാര്യങ്ങളിൽ ഭയപ്പെടുന്നവരാണ്. ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ താമസിക്കുന്നവരാണ്. അവിടെ ഒരു മലയിൽ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയാവും. അപ്പുറത്തൊരു ഉരുള് പൊട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയാണ്. അല്ലെങ്കിൽ അപ്പുറത്തൊരു വലിയ മഴ പെയ്തൊരു കാറ്റ് വീണാൽ, അല്ലെങ്കിൽ എവിടെ വേണേലും എന്ത് സംഭവിക്കാവുന്ന സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇടുക്കിയുടെ വൃഷ്ടിപ്രദേശത്തിന് താഴോട്ട് താമസിക്കുന്ന ആളുകൾക്കും ഭയമാണ്. പക്ഷേ അങ്ങനല്ല, നമ്മൾ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയാത്തൊരു കാര്യമില്ല. ഈ കർത്താവിൻ്റെ സന്നിധിയിൽ, കർത്താവിൻ്റെ കൈകളിലാണ് എല്ലാം. സകല പ്രപഞ്ചത്തിന്മേലും കർത്താവിനാണ് ആധിപത്യം. 93-ാം സങ്കീർത്തനം 2-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 93-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം, അവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: ഭൂലോകം
ഇളകാതെ ഉറച്ചു നിൽക്കുന്നു. നിന്റെ സിംഹാസനം പുരാതനമേ സ്ഥിരമായിരിക്കുന്നു. നീ അനാദിയായി ഉള്ളവൻ തന്നെ. അപ്പോ ഭൂലോകം ഇളകാതെ ഉറച്ചു നിർത്തി ഈ ഭൂലോകത്തെ മുഴുവൻ ഭരിക്കുന്ന ആ ദൈവം അവൻ സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നു എന്ന് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ കർത്താവിൻ്റെ വകയാണ്. ആമോസ് 5:8 നമ്മൾ വായിക്കുന്നത്, ആമോസ് 5:8, കൊലോസ്യർ 1:15, അവിടെയൊക്കെ നമ്മുടെ കർത്താവിൻ്റെ ആണ് ഈ പ്രപഞ്ചം. ഇതെല്ലാം കർത്താവിൻ്റെ ആധിപത്യത്തിലുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായിരിക്കും നമുക്ക് എത്ര സന്തോഷത്തോടെ, എത്ര സമാധാനത്തോടെ, എത്ര ആശ്വാസത്തോടെ നമുക്ക് കഴിയാനായിട്ട് സാധിക്കും. കാരണം ഇവിടെ നമ്മൾ വായിക്കുന്നത് ഈ ഭൂമി, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ളൊരു കർത്താവാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് നാം ഒരിക്കലും നമ്മുടെ ഒരു കാര്യത്തിലും നാം ഭയപ്പെടേണ്ടതില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പറയുക, പർവ്വതങ്ങൾ കുലുങ്ങിയാലും ഭൂമി സമുദ്രം ഇരച്ചു കലങ്ങിയാലും നാം ഭയപ്പെടേണ്ടതായിട്ടില്ല. ഈ ദൈവം എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്, സർവാധിപത്യമുള്ള വലിയവനായിരിക്കുന്ന കർത്താവ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം ഭയപ്പെടേണ്ടതായിട്ടില്ല. ആമോസ് 5:8 നമ്മൾ വായിക്കുന്നുണ്ട്. ആമോസ് 5:8, അവിടെ ആമോസ് 5:8 നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: കാർത്തികയെയും മകയിരത്തെയും സൃഷ്ടിക്കുകയും അന്ധതമസിനെ പ്രഭാതമാക്കി മാറ്റുകയും പകലിനെ രാത്രിയാക്കി ഇരുട്ടുകയും സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് ഭൂതലത്തിൽ പകരുകയും ചെയ്യുന്നവനെ അന്വേഷിപ്പിൻ, യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. അപ്പോൾ ദൈവം എത്ര മനോഹരമായിട്ടാണ് സകല പ്രപഞ്ചത്തിന്മേലും വാഴുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി കർത്താവ് സകല മാനവരാശിയുടെ മേലും കർത്താവിൻ്റെ ആധിപത്യമുണ്ട്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഉക്രൈനിലെ യുദ്ധം, അല്ലെങ്കിൽ ഇന്ത്യ ചൈന വ്യാപാര യുദ്ധം, പിന്നെ ലോകരാഷ്ട്രങ്ങളിന്മേലുള്ള യുദ്ധം, ഇതൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോഴും നമുക്ക് നമ്മുടേതായ ചാഞ്ചല്യങ്ങളും ആശങ്കകളുമുണ്ട്. എന്നാൽ ആ ആശങ്കകൾക്ക് അതീതമായിട്ട് ദൈവം പറയുന്നത് ആമോസിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ, ആമോസ് 4:13, അവിടെ എഴുതിയിരിക്കുന്നത്: പർവ്വതങ്ങൾ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യനോട് തൻ്റെ നിരൂപണം ഇന്നതെന്ന് അറിയിക്കുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നതികളിന്മേൽ നടകൊള്ളുകയും ചെയ്യുന്ന ഒരുത്തനുണ്ട്. അപ്പോൾ സ്വർഗത്തിലെ ദൈവം വളരെ കൃത്യമായിട്ട് ഈ ഭൂമിയുടെ ഉന്നതികളിന്മേൽ നടക്കുന്നവനാണ്. നടക്കുന്ന ഒരുത്തനുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഭയപ്പെടേണ്ടതായിട്ടില്ല. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വളരെ വേഗത്തിൽ അവസാനിപ്പിക്കാം. സകല രാജാക്കന്മാരുടെ മേലും സകല ആധിപത്യത്തിന്മേലും യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം സകല രാജാക്കന്മാരുടെ മേലും ആധിപത്യങ്ങളിന്മേലുമുണ്ട്. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം 32-34 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം 32-34 വാക്യങ്ങൾ. ദാനിയേൽ 4:32-34 വാക്യങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത് നെബൂഖദ്നേസറിനോട് ദൈവം സംസാരിക്കുന്ന കാര്യമാണ്. 4-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം. അവിടെ നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും, നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോട് കൂടെ ആയിരിക്കും, നിന്നെ കാളയെപ്പോലെ പുല്ല് തീറ്റും. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നു എന്ന് നീ അറിയുന്നത് വരെ നിനക്ക് 7 കാലം കഴിയും. അപ്പോൾ ആദ്യത്തെ ലോക സാമ്രാജ്യം, അതാണ് ബാബേൽ. ആ മഹാബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ അധിപനായിരിക്കുന്ന, ഛത്രാധിപതിയായിരിക്കുന്ന ബാബേൽ സാമ്രാജ്യത്തിൻ്റെ ഛത്രാധിപതി അല്ലെങ്കിൽ മഹാരാജാവായിരിക്കുന്ന നെബൂഖദ്നേസറിനോട് ദൈവം പറയുക, നിനക്ക് ഒരു കാര്യം മനസ്സിലായിട്ടില്ല. എന്താ മനസ്സിലാക്കേണ്ടത്? അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നു എന്ന് നീ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ സകല രാജാക്കന്മാരുടെ മേലും സർവാധിപത്യമുള്ളവനാണ് നമ്മുടെ കർത്താവ്. അതിന് 34-ാമത്തെ വാക്യത്തിൽ അവിടെ വായിക്കുന്നു: നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി, എൻ്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു. അപ്പോൾ എന്താ മനസ്സിലായത്? ഞാൻ അത്യുന്നതനായ ദൈവത്തെ വാഴ്ത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ച് ബഹുമാനിക്കുകയും ചെയ്തു. അവൻ്റെ ആധിപത്യം
എന്നേക്കുമുള്ള ആധിപത്യവും അവൻ്റെ രാജ്യത്വം തലമുറ തലമുറയായി ഉള്ളതുമല്ലോ. അപ്പം നമ്മുടെ സ്വർഗത്തിലെ ദൈവം, നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ്, മനുഷ്യനായി ഈ ലോകത്തിലേക്ക് അവതരിച്ചവൻ, അവൻ മഹാരാജാവാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സർവ്വ ആധിപത്യങ്ങളും അവൻ്റെ മേലുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ പറഞ്ഞവസാനിപ്പിക്കാം. നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ച് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ കർത്താവ് പറയുക, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ. യേശുക്രിസ്തുവിനെ കർത്താവ് എന്ന് വിളിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അവരാരും യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം ഏറ്റെടുത്തിട്ട് വിളിക്കുന്നതല്ല, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം ഏറ്റെടുത്തിട്ട് വിളിക്കുന്നതല്ല, യേശുക്രിസ്തുവിൻ്റെ മഹാവ്യക്തിത്വം ബോധ്യപ്പെട്ടിട്ട് വിളിക്കുന്നതല്ല. കേവലം ഒരു വിളിപ്പേര് പോലെ, ഒരു നൗൺ, ഒരു വിളിപ്പേര് പോലെ നമ്മുടെ കർത്താവിനെ വിളിക്കുകയാണ്. എന്നാൽ ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ട് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് നാം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം നമ്മിൽ പൂർണ്ണമായിട്ട് വിളങ്ങുവാൻ നമ്മെ സമർപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ആ കർത്തൃത്വം, യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം എൻ്റെ ജീവിതത്തിൽ എങ്ങനെ അത് ഞാൻ സാധിപ്പിക്കുന്നു? യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം, ഈ പൗലോസ് പറയുന്നത്, എൻ്റെ ശരീരത്തിൽ ഞാൻ വേറൊരു പ്രമാണം കാണുന്നുവെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ ചിന്തകൾക്ക്, കർത്താവിൻ്റെ ആ അനുസരണത്തിന് വിധേയപ്പെടാത്ത ചിന്തകൾ പോലും നമുക്ക് ഓപ്പോസിറ്റായിട്ട് വരികയാണ്. നമ്മുടെ ശരീരത്തിൽ പാപം വാഴാൻ സാധിക്കുന്ന അല്ലെങ്കിൽ സാധ്യമാകുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ച്, കർത്താവെ, അവിടുന്ന് സർവാധികാരിയായ കർത്താവാണ്, അവിടുന്ന് സർവ്വ ആധിപത്യമുള്ളവനാണ്, അവിടുന്ന് സർവത്തിൻ്റെയും സർവ്വപ്രപഞ്ചത്തിൻ്റെയും കർത്താവാണ്, അങ്ങയെ ഞാൻ എൻ്റെ കർത്താവും ദൈവമായിട്ട് സ്വീകരിക്കുന്നു. അടുത്തത് നാം ആയിരിക്കുന്ന സഭ. ഈ കർത്താവിൻ്റെ സഭയെക്കുറിച്ച് നമ്മൾ വായിക്കുന്ന 1 തിമോഥെയോസ് 3-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ, ജീവനുള്ള ദൈവത്തിൻ്റെ സഭ. ഈ ലോകത്തിൽ കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ച് അനുഗ്രഹിക്കപ്പെട്ട സഭയിലാക്കിയിരിക്കുക. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഈ കർത്താവിൻ്റെ ആധിപത്യം ദൈവസഭയിലുണ്ട്. ദൈവാധിപത്യമാണ് ദൈവസഭയിലുള്ളത്. ആ അനുഗ്രഹിക്കപ്പെട്ട ദൈവാധിപത്യത്തിലേക്ക്, സർവാധിപത്യമായിട്ട് കർത്താവ് ഭരിക്കുന്ന ദൈവസഭയുടെ അനുഗ്രഹത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം എന്നുള്ള വിഷയം നമുക്കൊരു ആമുഖം എന്നുള്ള നിലയിൽ പറയുക. ഒന്ന്, യേശുക്രിസ്തു സർവ്വ ലോകത്തിൻ്റെയും കർത്താവാണ്, സകലത്തിൻ്റെയും ഉടയവനായ കർത്താവാണ്, സർവ്വചരാചരങ്ങളുടെയും കർത്താവാണ്. കർത്താവ് അവൻ്റെ ആധിപത്യമാണ് എല്ലായിടത്തുമുള്ളത്. ആ കർത്താവ് അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നവനാണ്. അതുകൊണ്ട് ദൈവം അവനെ സകലത്തിനും അധികാരിയാക്കി വച്ചിരിക്കുകയാണ്. യേശുക്രിസ്തുവിന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടിരിക്കുകയാണ്. കൊലോസ്യർ 1:15 വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സിംഹാസനങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുകയാണ്. അങ്ങനെയുള്ള കർത്താവ് പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഒന്ന്, കർത്താവ് സർവ്വ അല്ലെങ്കിൽ പുരാതന സ്വർഗത്തിന്മേൽ, സർവ്വ സ്വർഗീയ ആധിപത്യത്തിന്മേലും അധികാരമുള്ളവനാണ് നമ്മുടെ കർത്താവ്. 2, സകല പ്രപഞ്ചത്തിന്മേലും അധികാരമുള്ളവനാണ് നമ്മുടെ കർത്താവ്. 3, സകല ഭൂരാജാക്കന്മാരുടെ മേലും അധികാരമുള്ളവനാണ് നമ്മുടെ കർത്താവ്. 5, സർവ്വസഭയുടെ മേലും അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സഭയുടെ മേൽ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാണ്. ആ സഭയിലാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് ഇന്ന് ദൈവസന്നിധിയിൽ ഈ ദൈവവചനം കേൾക്കുമ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ വളരെ താഴ്മയോടെ അർപ്പിക്കട്ടെ, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ ദൈവരാജ്യത്തിൽ കടക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ ആ അനുഗ്രഹിക്കപ്പെട്ട വാക്താക്കളായി, അംബാസഡേഴ്സായി യേശുക്രിസ്തുവിനെ, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തെ എന്നിലൂടെ പ്രദർശിപ്പിച്ച് ഞാൻ യേശുക്രിസ്തുവിനിൽ വസിക്കുന്നുവെന്നും യേശുക്രിസ്തുവിൻ്റെ അധികാരമാണ് എന്നിലുള്ളതെന്നും യേശുക്രിസ്തുവിൻ്റെ അധികാരത്തിന് കീഴിലാണ് എൻ്റെ ജീവിതമെന്നും ബോധ്യപ്പെട്ട് പൗലോസിനെ പോലെ ഡൂലോസായിട്ട് ജീവിക്കാം. പൗലോസിനെ പോലെ ഡൂലോസ് എന്ന് പറഞ്ഞാൽ കാത് തുളയ്ക്കപ്പെട്ട അടിമ, ഒരു നല്ല അടിമയായിട്ട് നമ്മുടെ ശരീരങ്ങളെ ജീവന വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ച് സമ്പൂർണ്ണ സമർപ്പണം നമ്മുടെ കർത്താവിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്
മുന്നോട്ട് പോകുവാനായിട്ട് ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം എന്ന ഈ വിഷയം അത് പഠിച്ചു വരുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അതിന് എല്ലാവിധമായ അനുഗ്രഹങ്ങളും സന്തോഷവും സമാധാനവും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുവരെ എന്നെ ശ്രദ്ധിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി പറഞ്ഞ് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.